ഈസി ബട്ടൂര ആൻഡ് നാൻ. ഇത് ഒരേ ബാറ്ററിലാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ടത് ആവശ്യമില്ല, അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. നല്ല സോഫ്റ്റുമുണ്ട്. 2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും പുളിക്കാത്ത 2 ടേബിൾ സ്പൂൺ തൈരും കൂട്ടി ഒന്ന് കുഴച്ചതിന് ശേഷം അതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഓരോ ടീസ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ, നിങ്ങൾക്കിഷ്ടമുള്ള ഓയിൽ ചേർക്കാം, വെളിച്ചെണ്ണ ചേർക്കേണ്ടതില്ല. ചെറിയ ചൂടോടുകൂടിയുള്ള പാലാണ് ഞാൻ ഒഴിക്കുന്നത്. അതിൽ 3/4 കപ്പ് പാലും 1/4 കപ്പ് വെള്ളമായാലും കുഴപ്പമില്ല. ചപ്പാത്തിയെയും കാട്ടി കുറച്ചും കൂടി സോഫ്റ്റ് ഉള്ളതാക്കണം, അപ്പോഴാണ് നന്നായി പൊങ്ങി വരുന്നത്. കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഉരുട്ടി വെച്ചത് ഒരു ടവൽ കൊണ്ട് അടച്ചു വെക്കുക. അപ്പോൾ തന്നെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ നന്നായി പൊങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുണ്ട്. ഇത് തണുത്താലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകുന്നില്ല. ഇതുപോലെ തന്നെയാണ് നാനും ഉണ്ടാക്കുന്നത്. നാൻ ഒരു തവയിലിട്ട് തിരിച്ചും മറച്ചും ഇട്ടതിന് ശേഷം ഒരു ടവൽ വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ പൊങ്ങി വരുന്നുണ്ട്. അത് പുരട്ടി ഒരു കാസറോളിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഇത് രാവിലെയൊക്കെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം ഡിന്നറിന് കഴിക്കാൻ കൂടി കൊള്ളും. നന്നായിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. വെജിറ്റേറിയന് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ബട്ടറും മല്ലിയിലയുമാണ് ചേർക്കുന്നത്. ഗസ്റ്റെല്ലാം വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. സാധാരണ 1 മണിക്കൂറൊക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഇത് പക്ഷേ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ.